ഉള്ളിവടയാണ്. ഫ്രണ്ട്സ്, നമ്മൾ ഉള്ളിവടക്കല്ല ഉള്ളി അരിഞ്ഞിട്ടുണ്ട്. നമുക്കതിലേക്ക് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില മല്ലിയപ്പം ഇട്ടിട്ടുണ്ട്. ഇത് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ കുറച്ച് മാവ് നമുക്ക് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മൈദ ഇട്ടു, അതുപോലെ തന്നെ കുറച്ച് അരിപ്പൊടി. ഓക്കെ, ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടുണ്ട്. ഓക്കെ, അപ്പം ഓക്കെ ഇതിലൊക്കെ കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കി ഇടും. പച്ചമുളക് ഇതിലെടുത്തു. ഓക്കെ, ഒരു കോഴിമുട്ട നമ്മൾ പൊട്ടിച്ചിട്ടുള്ളൂ. ഇവിടെ മിക്സ് നമുക്ക് റെഡി ആയിട്ട് നമുക്കിത് വെളിച്ചെണ്ണ ചൂടാക്കി നമുക്ക് ചട്ടിയിലേക്ക് ഇടും. മസാല പൂർണ്ണമായിട്ട് റെഡിയായി. നമുക്ക് നേരത്തെ സെറ്റാക്കി നമ്മൾ ഉള്ളിവട ഇങ്ങനെ പരത്തിയെടുക്കാം. നമുക്ക് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ സെറ്റാക്കി ഉള്ളിവട ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് ജസ്റ്റ് ഇതാക്കി എടുക്കാം. നമ്മളങ്ങനെ ചട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിവിടാം. ഫ്രണ്ട്സ്, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളെ ഉള്ളിവട നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ ഒന്നുകൂടെ. നല്ല അടിപൊളി ഉള്ളിവട, 4 മണി പലഹാരം. കഴിച്ചു കഴിച്ചു. അപ്പോൾ കണ്ടു, സൂപ്പർ. അത് പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നമ്മളിതിൽ കറിവേപ്പിലും ചേർത്തില്ല. ചില ആൾക്കാർ കറിവേപ്പിലൊക്കെ ചേർക്കും, അതിൻ്റെ ആവശ്യമില്ല. ചായക്ക് കൂട്ടാം. വൈകുന്നേരം 4 മണി പലഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിലാകെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. മൈദ, അതുപോലെ പച്ചമുളക്, ഉള്ളി, പിന്നെ ജീരകം, സംഭവം പുളിയാണ്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ? എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ അമർത്തുക. പിന്നെ ഞങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പഴയ വീഡിയോസൊക്കെ ഉണ്ട്. നമ്മൾ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ ഒന്ന് കാണുക. അതിൽ ഇൻഫോർമേറ്റീവായ നല്ല കുക്കിംഗ് വീഡിയോസും ടെക് വീഡിയോസൊക്കെ ഉണ്ട്. മറ്റൊരു വീഡിയോ കാണുന്നവരെ ഉള്ളിവട.